അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നാ പൂച്ച ഉന്നെ പാക്കറதுக்கு കിടക്കവേ ഇല്ലേ? നിന്റെ കണ്ണിൽ എന്താ കുരുവാണോ എന്നാ കാണാതിരിക്കാൻ? ഹേയ് ചെമ്പതോ, വെറുതെ ആ നായന്റെ മുകളിലെടുത്ത് ചൊറിയാൻ ചെല്ലണ്ട. അവള് സൈക്കോയാ. അയ്യേ, അതെന്റെ മകളൊന്നുമല്ല. ഒരു ഒഴുക്കിന് പറഞ്ഞതാടാ പട്ടി. ദേ ഉണക്ക പശു, എന്റെ ഈ കൈതളത്തി ഒരെണ്ണം തന്നാനുണ്ടല്ലോ. പിന്നെ എന്റെ കയ്യും കാലും മാങ്ങാ പറിക്കാൻ പോകുവാണല്ലോ. ദേ പെണ്ണെ, പുറംകാലിനൊരു തൊഴി തന്നാലുണ്ടല്ല അല്ലേ. ഓ, ഒന്ന് അടങ്ങാവാ രണ്ടുപേരും. എടി നീ ഒന്നും മിണ്ടാതിരിടി. എരി എങ്ങനെ മിണ്ടാതിരിക്കാനാടി? ഈ നായിന്റെ മോള് സോറിയുടെ പട്ടി, ഈ പൂച്ചയുടെ മോള് ചൊറിയണ വർത്താനം പറഞ്ഞു വരുന്ന നീ കാണുന്നില്ലേ? ഇവളെ കൊണ്ട് ഈ വീട്ടുകാർക്കോ നമുക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എരി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആപ്പാപ്പൻ നടന്നുകൊണ്ടിരുന്നപ്പോ മുറ്റത്തൊന്ന് ഉരുണ്ട് വീണ്. അതുവരെ അങ്ങേറെ കൂടെ നടന്ന് ബിസ്ക്കറ്റ് തിന്നോണ്ടിരുന്നവളാ. അവള് തിരിഞ്ഞൊരൊറ്റ പോക്ക്. പിന്നെ ഞാനാ കുറച്ച് ആളെ കൂട്ടി അങ്ങേരെ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനൊന്നും എന്നെ കിട്ടൂല. ഇവനാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ ഇട്ടു കൊടുത്താ പിന്നെ അവരെ മണത്ത് നടന്നോളും. അവർ രണ്ടെണ്ണം തന്നാലും ഇലിച്ചോണ്ട് നിന്നുകൊള്ളും. ഞാനേ അന്തസ്സുള്ള കടുവ ഫാമിലിയിൽ പെട്ടവളാ. തറവാടിയാ ഞാൻ. എടി അവനെ തിന്ന ചോറിന് നന്ദിയെങ്കിലും കാണിക്കും. ഞങ്ങളാണ് തരുന്ന ഭക്ഷണത്തിന് പാലും കൊടുക്കും. നിന്നെ വളർത്തിട്ട് എന്ത് കിട്ടാനാടി? ക്യൂട്ട്നെസ്. എന്തോന്ന് ക്യൂട്ട്നെസ് അത് ഞാൻ വാരി കോരി കൊടുക്കും. പിന്നെ എന്നെ ഒരുമാതിരി ചൊറിയാൻ വന്ന ആരാണെന്ന് ഞാൻ നോക്കൂല. ഞാൻ മാന്തും. അല്ല, മോന്ത നോക്കി മാന്തും. ആ തള്ളയാണേലും ശരി, ആ കൊച്ചാണേലും ശരി. അമ്മുക്കുട്ടി, അമ്മുസേ, എവിടെയാ മോളെ നീ? ഹോർലിക്സ് കുടിക്കാനാണോ റീൽസ് ചെയ്യാനാണോ എന്നറിയില്ല. ഞാൻ ചെല്ലട്ടെ. പോട്ടെ ഗൈസ്. ഒരു പണിയെടുക്കാതെ വീട്ടുകാരെ മൂഞ്ചിച്ച് മുഖത്ത് എക്സ്പ്രഷനും വരുത്തി നടക്കണവർക്ക് ഹോർലിക്സ്, താമസം വീടിന്റെ അകത്ത്, മടിയിലിരുത്തി ലാളിക്കാൻ ആളുകള്, എന്തൊക്കെയല്ലേ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാടി വെള്ളോ പിന്നെ ഒരു മുണ ഞാൻ തൊഴുത്തു.